بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അതുല്യമായ സംഭാവനകൾ അർപ്പിച്ച കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവജന വിഭാഗം ISM പ്രവർത്തന പഥത്തിൽ 4 പതിറ്റാണ്ടു കടന്ന തിളക്കമാർന്ന പാരമ്പര്യം. മലയാളക്കരയിലെ കരുത്തുറ്റ ധാർമ്മിക യുവജന പ്രസ്ഥാനം ISM കാലത്തോടൊപ്പം സഞ്ചരിച്ച് സാമൂഹിക ഇടപെടലിന്റെ കാലാതിവർത്തിയായ ഇസ്ലാമിക മാതൃക കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് പകർന്നു നൽകിയത് ISM അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ രാജ്യാന്തര ഇസ്ലാമിക പ്രദർശനം സാൽവേഷൻ 2010 ഫെബ്രുവരി മുതൽ മെയ് വരെ നടത്തിയ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ചതുർമാസ ക്യാമ്പയിൻ മതം ഗുണകാംക്ഷയാണ്. ഈ പവിത്ര പ്രമേയം മലയാളക്കര ഹൃദയഭിത്തിയിൽ ഏറ്റുവാങ്ങി. ഫെബ്രുവരി 7 കണ്ണൂരിൽ സംസ്ഥാനതല ഉദ്ഘാടനം ബഹ്റൈൻ മുൻ MP-യും പ്രഗത്ഭ ഇസ്ലാമിക പണ്ഡിതനുമായ ഡോക്ടർ ഈസ അൽ മുത്തവ നിർവഹിച്ചു. രാഷ്ട്രീയ വൈരത്തിന്റെയും വിഭാഗീയതയുടെയും കനലടങ്ങാത്ത കണ്ണൂരിന്റെ മണ്ണ് ഗുണകാംക്ഷയുടെ മതത്തെ പരിചയപ്പെടുത്താൻ തെരഞ്ഞെടുത്തത് ഒട്ടേറെ ബോധ്യങ്ങളുമായിട്ടായിരുന്നു. മതം ഗുണകാംക്ഷയാണ് എന്ന മഹിതമായ സന്ദേശം കേരളത്തിന്റെ ഹരിതാഭമായ മണ്ണിലെങ്ങും മുഴങ്ങി. സുമനസ്സുകളെ ഈ പ്രമേയം ചിന്തിപ്പിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ ബൗദ്ധിക രംഗത്തുള്ളവർ ഗുണകാംക്ഷയുടെ അനിവാര്യത ബോധ്യപ്പെടുത്തി. മതം വിഭാവനം ചെയ്യുന്ന കാരുണ്യത്തിന്റെ സന്ദേശം പൊതു ഇടങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായി. തീവ്രവാദം, ഭീകരത, വർഗീയത മതത്തിന്റെയും മനുഷ്യരുടെയും ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞു. ഉത്തരവാദികളാരെന്ന് വിലയിരുത്തി അവയ്ക്കെതിരെ അവബോധം നൽകി. മതത്തെ അറിയാൻ ആർക്കും അവകാശമുണ്ടെന്ന് ബോധ്യം നൽകി. കലുഷമായ സാമൂഹികാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ മതത്തിന്റെ മഹത് സന്ദേശം മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പ്രസരിക്കണമെന്ന് മതം ഗുണകാംക്ഷിയാണെന്ന ക്യാമ്പയിൻ മലയാളികളെ ഓർമ്മപ്പെടുത്തി. നവോത്ഥാനം അവകാശപ്പെടാൻ
വ്യാജയത്നം നടത്തുന്ന പൗരോഹിത്യത്തിന്റെയും മതരാഷ്ട്രവാദികളുടെയും പരിഹാസ്യത ബോധ്യപ്പെടുത്തി. ക്യാമ്പയിനോടനുബന്ധിച്ച് പുറപ്പെട്ട വാഹന സന്ദേശ പ്രയാണം ഗുണകാംക്ഷ പ്രയാണമായി മാറി. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും പ്രയാണമാരംഭിച്ച ഗുണകാംക്ഷ യാത്രകളുടെ നാടായ കേരളത്തിൽ മാതൃകയായി വേറിട്ടു നിന്നു. 50 പട്ടണങ്ങളിൽ വിപുലമായ ആദർശ സമ്മേളനങ്ങൾ. ആദർശ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട 100 കണക്കിന് പൊതുപ്രഭാഷണങ്ങൾ. ജീവിത ലക്ഷ്യം വ്യക്തമാക്കുന്ന വ്യത്യസ്ത ലഘുലേഖകളുടെ വിതരണം, CD വിതരണം, പ്രബോധന സ്ക്വാഡുകൾ, ഇസ്ലാമിക പ്രദർശനങ്ങൾ, സവിശേഷമായ വിവിധ പ്രവർത്തനങ്ങളുമായി നിർമ്മലമായ മനസ്സിന്റെ ഉടമകൾ പ്രയാണത്തെ അനുഗമിച്ചു. പൗരോഹിത്യവും തീവ്രവാദ പ്രണയികളും പ്രയാണത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പൊതുജനങ്ങൾ ജാതിമത ഭേദമന്യേ പ്രയാണത്തെ വരവേറ്റു. സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പ്രമേയത്തെയും പ്രയാണത്തെയും പ്രശംസിച്ചു. മതം ഗുണകാംക്ഷയാണ് എന്ന ബോധ്യം ജനകീയമായി. ഗുണകാംക്ഷ പ്രയാണത്തിന്റെ ഉജ്ജ്വലമായ സമാപനം മെയ് 8, 9 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത്. തൗഹീദിനെ നെഞ്ചേറ്റിയ കരുത്തുറ്റ യുവജനങ്ങൾ മെയ് 8 മറൈൻ ഗ്രൗണ്ടിൽ നടന്ന ബൗദ്ധിക ചർച്ചാവേദിയിലേക്ക് ആവേശപൂർവ്വം വന്നെത്തി. കേരളത്തിലെ യുവതയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്ന തീരുമാനങ്ങളെടുത്തു. തെറ്റായ സാമൂഹ്യക്രമത്തിൽ വെളിപ്പെടുന്ന ആസുര സന്ദേശങ്ങൾക്ക് തടയിടണമെന്ന ഗൗരവപൂർണമായ ആലോചനകളിൽ യുവജനങ്ങൾ പങ്കുചേർന്നു. മെയ് 9 ഇസ്ലാഹി കേരളത്തിന്റെ ചരിത്രത്തിൽ രജതരേഖയായി ശോഭിച്ചു നിൽക്കുന്ന മഹത്തായ ദിനം. ആബാലവൃദ്ധം ജനങ്ങൾ കോഴിക്കോട് സാഗരതീരത്തേക്ക് ഒഴുകിയെത്തി. പരന്നുകിടക്കുന്ന പാരാവാരത്തിന് ഈ ജനസഹസ്രങ്ങൾ സമാന്തര സാഗരം തീർത്തു. മതസാമൂഹിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗത്തെ നേതാക്കളുമെത്തി. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഗുണകാംക്ഷയുടെ സ്നേഹാക്ഷരങ്ങൾ ഒഴുകി. പ്രൗഢമായ വൈജ്ഞാനിക പ്രഭാഷണങ്ങൾ, ജീവിതത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഉത്ബോധനങ്ങൾ. പൊതുസമ്മേളനം അനുഭവവേദ്യമായി. മഹത്തായ ഈ ക്യാമ്പയിനിന്റെ സമാപന ദിനങ്ങളിലേക്ക്, സമ്മേളന നഗരിയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി, വേദിയിലുള്ള ബഹുമാന്യരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഡ്വക്കേറ്റ് A പ്രദീപ് കുമാർ MLA, അഡ്വക്കേറ്റ് PMS സലാം, TK മുഹിദ്ദീൻ ഉമരി, മറ്റ് ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സംഘടനാ നേതാക്കളെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവഘടകമായ ISM കേരളക്കരയിൽ കഴിഞ്ഞ 4 മാസമായി അതിമഹത്തായ ഒരു ക്യാമ്പയിൻ വളരെ സജീവമായ രൂപത്തിൽ പ്രചരിപ്പിച്ചു വരികയായിരുന്നു. മതം ഗുണകാംക്ഷയാണ് എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു സന്ദേശമാണ് ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമായി നമ്മൾ തിരഞ്ഞെടുത്തത്. മതത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ഉടനീളം ഒരുപാട് തെറ്റിദ്ധാരണകളും സംശയങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ അത് കുറയുന്ന ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മതത്തെ സംബന്ധിച്ച് ജനമനസ്സുകളിൽ ഒരുപാട് ദുരൂഹതകളും നിഗൂഢതകളും നിലനിൽക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തൊക്കെയോ സംശയങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ഈ സംശയങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ, മതത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ
ഒരുപാട് ഘടകങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. മതവിശ്വാസികളായി അറിയപ്പെടുന്ന ആളുകൾ തെറ്റായ രൂപത്തിൽ മതത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ മതം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഉദാഹരണമായി മുസ്ലിങ്ങൾ, ഇസ്ലാമിനെ ശരിയാം വിധം പ്രതിനിധീകരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസ, ആചാര, പ്രവർത്തന, സ്വഭാവ, സംസ്കാര മേഖലകളിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ സ്വാഭാവികമായും ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ മതത്തെ വികലമായി മനസ്സിലാക്കുവാൻ കാരണമായി തീരുന്നു. എന്നാൽ ആസൂത്രിതമായി, വളരെ ബോധപൂർവം ഇസ്ലാം എന്ന് പറയുന്ന ഈ പവിത്രമായ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ലോകത്ത് സജീവമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന സവിശേഷമായ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ സംബന്ധിച്ച് ഭീതിയോടുകൂടി നോക്കിക്കാണുവാനും ജനങ്ങളെ സജ്ജമാക്കുന്ന രൂപത്തിലുള്ള മീഡിയ തലത്തിലുള്ള ആഗോള വ്യാപകമായ പ്രചാരണങ്ങൾ നിലനിൽക്കുന്നു എന്നത് പ്രത്യേകിച്ച് പറഞ്ഞ് സമർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏതായിരുന്നാലും ഇസ്ലാമിന്റെ അനുയായികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബാധ്യതയുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന സവിശേഷമായ മതം അതൊരിക്കലും വർഗീയമായൊരു സമീപനത്തെ പിന്തുണക്കുന്നില്ല, ആഹ്വാനം ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ സമർപ്പണം എന്നുള്ളതാണ്. പ്രപഞ്ചനാഥനായ ഏകനായ ദൈവത്തിനു മുമ്പിൽ എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാവുക. അതിലൂടെ ലഭ്യമാകുന്ന സമാധാനം, സലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനമാണ്. ആ സമാധാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഇസ്ലാം. അങ്ങനെയുള്ള ഇസ്ലാം ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ സർവശക്തനായ ദൈവത്തിന് ഏറ്റവും അധികം ആത്മാർത്ഥമായി എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നവനെ സംബന്ധിച്ചാണ്, സ്വാർത്ഥതയില്ലാതെ, മറ്റ് മോഹങ്ങളില്ലാതെ, കപടമായ താല്പര്യങ്ങളില്ലാതെ എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നവനെ സംബന്ധിച്ചാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഈ ആശയങ്ങളെ പൂർണ്ണമായും സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിലുള്ളവനായി തീരണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം ഒരിക്കലും വർഗീയമായ താല്പര്യങ്ങളോടുകൂടി ഒരു മനുഷ്യൻ കേവലം മുസ്ലിം സമുദായത്തിൽ പിറന്നവനായതുകൊണ്ടോ മുസ്ലിം മാതാപിതാക്കളുടെ മകനായി ജനിച്ചതുകൊണ്ടോ മാത്രം ഒരാളെയും യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് പോലെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. മാനവ സമൂഹമേ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമായി തരം തിരിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. പെരുമ നടിക്കുവാനോ അന്യ കുടുംബത്തെക്കാൾ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് പറയുവാൻ വേണ്ടിയോ അന്യ ഗോത്രത്തിൽപ്പെട്ടവനേക്കാൾ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് വീമ്പടിക്കുവാൻ വേണ്ടിയോ ഒന്നുമല്ല. മറിച്ചൊരു അഡ്രസ്സിന് വേണ്ടിയാണ് ഇന്ന കുടുംബത്തിൽപ്പെട്ടവൻ, ഇന്ന വിഭാഗത്തിൽപ്പെട്ടവൻ എന്ന് പറയുന്നത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്, പഠിപ്പിക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വിഭിന്നങ്ങളായ വർണ്ണങ്ങളിലുള്ള, വംശങ്ങളിലുള്ള ആളുകൾ, വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ളവർ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ സന്നദ്ധനാകുന്നവനാരോ അവനാണ് ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനം എന്നാണ്. ഈ ലോകത്ത് സാമ്പത്തികമോ അധികാരപരമോ സ്വാധീനപരമോ ആയ പദവികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനമോ മഹത്വമോ ഇല്ല. സൂക്ഷ്മതാപൂർണമായ സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളാരോ അവർക്കാണ് ദൈവത്തിന്റെ അടുക്കൽ മഹത്വം എന്ന് പഠിപ്പിക്കുന്ന മതത്തിന് ഒരിക്കലും വർഗീയതയെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മതത്തെ സംബന്ധിച്ചുള്ള തെറ്റുദ്ധാരണകൾ നീക്കുവാനും ഈ മതം ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥമായ ആശയങ്ങൾ സമൂഹമധ്യേ പ്രചരിപ്പിക്കുവാനും എന്നും മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ പോഷക ഘടകങ്ങളും ശക്തമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കേരളീയ മുസ്ലിങ്ങൾക്ക് വെളിച്ചം പകർന്ന പ്രസ്ഥാനമാണ്. ഈ സമൂഹത്തിന് അക്ഷരം പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വഴിയിലേക്ക് വെളിച്ചം കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് അക്ഷരം പഠിക്കുവാനും വിദ്യാഭ്യാസം പകരുവാനുമുള്ള ആഹ്വാനം നൽകി മുന്നിൽ നടന്ന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ച ആരാധനാ സ്വാതന്ത്ര്യം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, അതിന്റെ വാതിലുകൾ സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇസ്ലാം ഏറ്റവും പവിത്രമായി പഠിപ്പിക്കുന്ന സകാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ സാമ്പത്തികമായ സംവിധാനം അത് വളരെ മോശമായ രൂപത്തിൽ ഒരു ഭിക്ഷാടനം പോലെ
ചക്കാത്ത് എന്ന് പറയുന്ന വൃത്തികെട്ട നാമത്തിൽ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തപ്പെട്ടപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്ത് പവിത്രമാണ്, അത് ഭിക്ഷാടനമല്ല, അത് യാചനയല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, പണക്കാരന്റെ ഔദാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്ത് സംഘടിതമായി ശേഖരിക്കപ്പെടുകയും സംഘടിതമായ രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ, പാവപ്പെട്ടവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത രൂപത്തിൽ അവന് വിതരണം ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായി മുസ്ലിം സമുദായത്തിലെ ഒരുപാട് കുടുംബങ്ങളെ കാർന്നു തിന്ന സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്ത്, ആ സ്ത്രീധനം നിഷിദ്ധമാണ്, ആ പണം ഹലാലല്ല, അനുവദനീയമല്ല. ഒരു പുരുഷന് വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയുടെ കുടുംബത്തോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുവാൻ, പണമായോ സ്വർണമായോ വാഹനമായോ മറ്റേതെങ്കിലും നിലക്കോ എന്തെങ്കിലും ഒരു ഉപാധി വെച്ച് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുവാൻ യാതൊരു അവകാശവുമില്ല. ആ പണം പുരുഷന് ഹലാലല്ല, അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടം നടത്തിയ, പോരാട്ടം ആരംഭിച്ച, ഇന്നും പോരാട്ടം തുടരുന്ന ഒട്ടനവധി സ്ത്രീധനരഹിത വിവാഹങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹത്തായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന്റെ യുവജന ഘടകമായ ISM 1967 43 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായി ഈ സമൂഹത്തിലെ യുവാക്കളെ വഴി നടത്തുവാൻ വേണ്ടി, നേരായ മാർഗത്തിലൂടെ അവരെ നയിക്കുന്നതിന് വേണ്ടി, ധാർമ്മികതയിലൂടെ സംസ്കാരത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ ഇന്ന് ലഹരിയിലാണ്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എന്നുവേണ്ട എല്ലാവിധ അധാർമികതകളുടെയും ലഹരിയിലാണ് യുവാക്കൾ ഉള്ളത്. തീവ്രവാദവും അതുപോലെ മറ്റൊരു ലഹരിയാണ്. ഇങ്ങനെയുള്ള എല്ലാ ലഹരികൾക്കെതിരെയും ബോധവൽക്കരിക്കുവാൻ ISM യഥാർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനപാതയിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സംരംഭം ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ISMന് സാധിക്കുകയുണ്ടായി. വീണ്ടും അത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് വെച്ച് നടന്നു, കുവൈത്തിൽ വെച്ച് നടന്നു. ഈയിടെ ദുബായ് ഗവൺമെന്റിന്റെ സഹകരണത്തോടുകൂടി ദുബായിൽ വെച്ച് സാൽവേഷൻ എക്സിബിഷൻ പീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ആ നിലക്ക് സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ പക്വതയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി, ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തുകൊണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, തീവ്രതയുടെയും ഭീകരതയുടെയും വഴി നമുക്ക് അന്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന് വഴി നടത്താൻ, യുവാക്കളെ പ്രത്യേകിച്ചും നേരിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ISM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 4 മാസം മുമ്പ് ആരംഭിച്ച മതം ഗുണകാംക്ഷിയാണ് എന്ന ക്യാമ്പയിൻ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിൽ ഒന്നടങ്കം ഈ ക്യാമ്പയിൻ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ, മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമുള്ളവരുടെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ ISMന്റെ പ്രവർത്തനത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ സമൂഹത്തെ പ്രത്യേകിച്ചും യുവ സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ, ശ്രമകരമായ, വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ വഴിയിലാണ് ISM എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ കുല്ലു ബിദ്അത്തിൻ ദലാല. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെ ഇനി ധാരാളം പ്രാസംഗികന്മാർ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെല്ലാം നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന ധർമ്മം മാത്രം നിർവഹിച്ച് ഒഴിഞ്ഞു തരാനാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റി, മുസ്ലിം സമൂഹത്തെ ഈ നിലവാരത്തിൽ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് ഈ പ്രസ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും അത് ആകുന്നില്ല. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ധാരാളം വർഷങ്ങളോ നൂറ്റാണ്ടുകളോളം ഭരിച്ച പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ മുസ്ലിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടേതുപോലെയുള്ള ഒരു മാറ്റത്തിന് വിധേയരായിട്ടില്ല.
അതേ അവസരത്തിൽ വെറും വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളും ഒരുപോലെ പരിഗണിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്നാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവേ, ഞങ്ങൾ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഈ ഐഹിക ജീവിതത്തിൽ നന്മ നൽകണമേ, പാരത്രികമായി നന്മ നൽകണമേ. ആ നന്മയ്ക്ക് വേണ്ടി, ഐഹികവും പാരത്രികവുമായ നന്മയ്ക്ക് വേണ്ടി വളരെ ശക്തിയായി, അതല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും മതപരമായ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസ വിശിഷ്ടന്മാരുടെയും എല്ലാം ധർമ്മമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ കാര്യം തന്നെ നിർവഹിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഐഹികമായ ജീവിതത്തിൽ ഒരു തടസ്സവും വരാതെ, ഐഹിക വിദ്യാഭ്യാസം മാത്രമല്ല, മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസ രംഗത്തും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത് വിവിധ സമൂഹങ്ങളുണ്ട്, പലതരത്തിലുള്ള മതവിശ്വാസികളുണ്ട്, പലതരത്തിലുള്ള ജാതികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇവർക്ക് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു ശത്രുതയും വളർത്തിയെടുക്കരുത് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1-ാം തീയതി മുതൽക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം സമവായത്തിലും സൗഹൃദത്തിലും എല്ലാവരെയും ജീവിക്കാൻ പഠിപ്പിക്കുക, അതിന് സഹായകമായി പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റി നിൽക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ വെച്ചു പുലർത്തുക മാത്രമല്ല, അത് ഞങ്ങൾ ഈ സന്ദേശമായി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തീകരിക്കേണ്ട ശ്രമത്തിലാണ് ഞങ്ങളെ പ്രായമുള്ള ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് മറന്നുപോകാൻ പാടില്ല എന്നുള്ള നിലത്ത് തന്നെയാണ് യുവജനങ്ങളെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അവർ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയത്തിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥി വിഭാഗത്തിനും സ്ത്രീകളുടെ രംഗത്തും ഈ കൂട്ടായ്മകൾ പ്രാവർത്തികമായി വന്നിട്ടുണ്ട്. ആ നിലക്ക് ഞങ്ങൾ സംതൃപ്തരാണ്. പക്ഷേ ഇനിയും ഇത് സാർവത്രികമായി പ്രചരിക്കുന്നതിന് കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതുകൂടി നിർവഹിക്കണം, എന്നിട്ട് അത് നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അതുമായി സഹകരിക്കുന്നുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്ത് ഈ ആദർശ രംഗത്തുള്ള ധർമ്മസമരം, മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന ദൗത്യം, ഇത് നിർവഹിച്ച കഴിഞ്ഞുപോയ ലോകത്തിലെ പ്രവാചകന്മാരെല്ലാം അവരുടെ ഉള്ളിൽ തട്ടിയ ഒരു പ്രാർത്ഥനയായിരുന്നു